ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ലോഗ് ഓഫ് AK ഓൺ ദ ഗോ. ആൻഡ് ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് മൂകാംബിക ട്രിപ്പാണ്. ആൻഡ് വെൽക്കം യു ഓൾ ടു ദ വ്ലോഗ്. നമ്മൾ ഷൊർണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എറണാകുളം ഒക്ക എക്സ്പ്രസ്സിലാണ് പോയത്. അത് 10:35 ഷൊർണൂർ ജംഗ്ഷനിലാണ് കയറിയത്. നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ ബസ്സിലാണ് പോയത് മൂകാംബികയിലോട്ട്. പ്രൈവറ്റ് ബസ്സെല്ലാം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ മൂകാംബിക എത്തി. റൂമിലെല്ലാം കയറി ഫ്രഷ് ആയിട്ട് നേരെ മൂകാംബിക ടെമ്പിളിലോട്ട് പോയി. വിജയ് യേശുദാസിൻ്റെ പാട്ടെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവരെ എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ അടുത്ത് ഹായ് പറയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോണ്ട് ഈ സിംഹത്തിൻ്റെ വായിൽ കോയിൻസ് എല്ലാം കിടക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത്ത് ഇറങ്ങി. പിന്നെ ഉച്ചത്തെ ഫുഡെല്ലാം അവിടെ നിന്നായിരുന്നു, കാരണം ഏതാണ്ട് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു തൊഴുത്തിറങ്ങിയപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ലഞ്ചെല്ലാം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സൗപർണിക നദിയിലോട്ട് പോയി. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞ് നാരങ്ങ സോഡ കുടിക്കുകയാണ്. ഇതിൽ മമ്മിയുടെ ഫ്രണ്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് സ്ട്രേഞ്ചേഴ്സാണ്. മമ്മിയുടെ ഫ്രണ്ട്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് സ്ട്രേഞ്ചേഴ്സാണ്. അവരെ ഞാൻ ആ ദിവസമാണ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ദീപാരാധന തൊഴുകാൻ പോയതാണ് ഈവനിങ്. അങ്ങേരെ എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ കയറി വിളക്കിൽ എണ്ണ എല്ലാം ഒഴിക്കുന്നത് നോക്കി. നെയ്വിളക്ക് കൊളുത്തുന്നതാണ് ആ കാണുന്നത്. നമ്മൾ കുടജാദ്രി ട്രക്കിങ്ങിന് പോവാണ്. സോ അമ്മേന്ന് ശരിക്കും വിളിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ കാണുന്നത്. കാരണം അത്രയ്ക്ക് ഓഫ് റോഡായിരുന്നു. അടിപൊളിയായിരുന്നു. ഇത് പോകുമ്പോൾ കാണുന്ന വ്യൂ എല്ലാമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തി. എന്നിട്ട് അവിടെ കുറച്ച് അമ്പലമെല്ലാം ഉണ്ടായിരുന്നു. ഇതുവരെ ജീപ്പുള്ളൂ. ഇനി നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് പോകേണ്ടത് മുകളിലോട്ട്. നമ്മൾ ട്രക്ക് ചെയ്യാണ്. ചെറിയ പോർഷൻ കാടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ കാടിലൂടെ നടക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ ആ കൂടെ വരുന്ന ബാക്കിൽ വരുന്ന സാധനത്തിനെ ഞാൻ ആ ട്രിപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. വൈബ്. വ്യൂ ഒക്കെ ഉണ്ട്. ചിലപ്പോൾ താഴെ എത്തിയെന്നൊക്കെ വരും. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ എത്താൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ അഡ്വഞ്ചറൊക്കെ വേണമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. കാണാതായ ആൾക്കാരെ കണ്ട സന്തോഷമാണ് കാണുന്നത്. ഇവരെല്ലാം എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യമായിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും സ്റ്റക്കായി നിന്നോളൂ.
നമ്മളങ്ങനെ ഇറങ്ങി താഴെത്തി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബസ് കയറി. അങ്ങനെ നമ്മുടെ ലോങ് മൂകാംബിക ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഒറ്റപ്പാലം ഇനി വീട്ടിൽ പോകും. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.